ഞാനും ഒരു പെണ്ണല്ലേ സണ്ണി. ഫിലോമിന മുറിയിൽ വിളിച്ചു കയറ്റി ലിവിംഗ് റിലേഷനിലായിരുന്നു. ഫിലോമിനയുടെ കാമുകന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് വന്നിരിക്കുന്നത്. മലയാള സിനിമയിലെ അതുല്യ നടിമാരിൽ ഒരാളാണ് ഫിലോമിന. ഹ്യൂമറും സെന്റിമെന്റ്സുമെല്ലാം അതിമനോഹരമായി കൈകാര്യം ചെയ്യുന്ന നടി. കുട്ടിക്കുപ്പായത്തിൽ പ്രേം നസീറിന്റെ അമ്മയായി കരിയർ തുടങ്ങിയ ഫിലോമിന പിന്നീട് ഗോഡ് ഫാദറിലും ഹരിഹർ നഗറിലും അമ്മായിയമ്മയിലും തുടങ്ങി നിരവധി സിനിമകളിൽ മലയാളികളെ ചിരിപ്പിച്ചും കരയിപ്പിച്ചുമൊക്കെ നിറഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നു. ഇന്നും ഫിലോമിനയെക്കുറിച്ച് കേൾക്കുമ്പോൾ മലയാളികളുടെ മനസ്സിൽ ആദ്യം ഓടിവരുന്നത് തളിയാനെ പന്നീര് എന്ന ഡയലോഗാണ്. 1000-ഓളം സിനിമകളിലാണ് ഫിലോമിന അഭിനയിച്ചിട്ടുള്ളത്. ഫിലോമിനയുടെ സ്വദേശം തൃശ്ശൂരാണ്. പക്ഷെ സിനിമയിലെത്തിയ ശേഷം ചെന്നൈയിലേക്ക് സ്വയം പറിച്ചു നട്ടു. അവസാന നാളുകളും ചെന്നൈയിൽ തന്നെയായിരുന്നു. ആന്റണി എന്ന വ്യക്തിയെയാണ് നടി ആദ്യം വിവാഹം കഴിച്ചത്. സിനിമയിലെത്തും മുന്നേ തന്നെ 4 വർഷത്തെ ദാമ്പത്യത്തിനൊടുവിൽ അദ്ദേഹം മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ആ ബന്ധത്തിൽ ഒരു മകൻ ഫിലോമിനക്കുണ്ടായിരുന്നു. പിന്നീട് സിനിമയിൽ ചുവടുറപ്പിച്ചു തുടങ്ങിയതോടെയാണ് നടൻ പ്രേം നസീറിന്റെ ഡ്രൈവറായ സണ്ണിയുമായി ഫിലോമിനക്ക് ബന്ധമുണ്ടാകുന്നത്. വിവാഹം കഴിക്കാതെ തന്നെ ഇരുവരും അക്കാലത്ത് ഒരുമിച്ച് ജീവിച്ചു. എന്നാൽ കടുത്ത പ്രണയം മൂലം ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയതില്ലെന്നും ഒരു സാഹചര്യം കല്യാണം കഴിക്കാതെ തന്നെ ഫിലോമിനയുടെ ഭർത്താവാകുകയായിരുന്നുവെന്നും പറയുകയാണ് സണ്ണി ഇപ്പോൾ മാസ്റ്റർ ബിൻ എന്ന യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലൂടെ. ഫിലോമിന തന്നെ മുറിയിൽ വിളിച്ചു കയറ്റുകയായിരുന്നുവെന്നും സണ്ണി വെളിപ്പെടുത്തി. ഞാൻ കല്യാണം കഴിക്കാത്തതിന് കാരണം പ്രേം നസീർ അല്ല. അന്നത്തെ കാലത്ത് കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ല എന്ന് വെച്ചാൽ റെക്കമെൻഡേഷൻ ലേഡീസ് നമ്മുടെ അടുത്താണ് വരുന്നത്. അതുമാത്രമല്ല, നടി ഫിലോമിനയുമായി എനിക്കുള്ള ബന്ധം പ്രേം നസീർ സാറിന് അറിയാമായിരുന്നു. അന്ന് ഫിലോമിന അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ പ്രേം നസീർ സാർ പിന്നെ കല്യാണത്തിന്റെ കാര്യമൊന്നും എന്നോട് പറഞ്ഞില്ല. ഫിലോമിനയുമായി ബന്ധമുണ്ടായിരുന്നത് കൊണ്ടാണ് മറ്റൊരു വിവാഹം എന്നതിനെക്കുറിച്ച് ചിന്തിക്കാതിരുന്നത്. ഫിലോമിനയുടെ അടുത്തൊരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഞാൻ പെട്ടുപോയതാണ്. ആ സമയത്ത് ഞാനും ഫിലോമിനയും ഇന്നസെന്റുമെല്ലാം ഒരേ സ്ഥലത്താണ് താമസിച്ചിരുന്നത്. ഒരു ദിവസം ഫിലോമിന എന്നോട് പറഞ്ഞു, വാതിലിൽ ആരോ മുട്ടുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്, അതുകൊണ്ട് തൻ്റെ ഫ്ലാറ്റിൽ കിടക്കാമോ എന്ന്. അങ്ങനെ ഞാൻ അവരുടെ ഫ്ലാറ്റിൽ സോഫയിൽ കിടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും ഫിലോമിന എഴുന്നേറ്റ് വന്ന് വാതിലിൽ ആരോ മുട്ടുന്ന ശബ്ദം കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അങ്ങനൊന്നും ഇല്ലെന്ന് പറഞ്ഞ് ഞാൻ സമാധാനിപ്പിച്ച് അയച്ചു. കുറച്ചു കഴിഞ്ഞ് നോക്കിയപ്പോൾ ഫിലോമിന എനിക്കൊപ്പം സോഫയിൽ കിടക്കുന്നത് കണ്ടു. പിന്നെ പറയേണ്ടതില്ലല്ലോ, ഞാനും ചെറുപ്പമായിരുന്നു. ഞാനും ഒരു പെണ്ണല്ലേ സണ്ണി എന്നാണ് ഫിലോമിന എൻ്റെ അടുത്ത് പറഞ്ഞത്. അങ്ങനെ തുടങ്ങിയ ബന്ധമാണ്. ഞാനും ഫിലോമിനയും തമ്മിൽ 10 വയസ്സ് പ്രായവ്യത്യാസമുണ്ട്. ചേച്ചി എന്നാണ് ഞാൻ വിളിച്ചിരുന്നത്. അന്ന് ഫിലോമിനക്ക് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകനുണ്ട്. വിവാഹം കഴിച്ചിട്ടില്ല. ഞങ്ങൾ ലിവിങ് ടുഗദർ ആയിരുന്നു എന്നാണ് ഫിലോമിനയുമായുള്ള ബന്ധത്തെക്കുറിച്ച് സംസാരിച്ച് സണ്ണി പറഞ്ഞത്. 82 വയസ്സുകാരനായ സണ്ണി ഇപ്പോൾ ആരും നോക്കാനില്ലാതെയും കയറിക്കിടക്കാൻ സ്ഥലമില്ലാതെയും കൊല്ലം പത്തനാപുരത്തെ ഗാന്ധി ഭവനിൽ അഭയം തേടിയിരിക്കുകയാണ്.